നമസ്കാരം. ലോക സിനിമകളിൽ തന്നെ എടുത്തു പറയാവുന്ന ഒരു താരമാണ് കമലഹാസൻ എന്ന് പറയുന്നത്. അദ്ദേഹം അറിയപ്പെടുന്നത് തന്നെ ഉലക നായകൻ എന്ന പദവിയിലൂടെയാണ്. അദ്ദേഹത്തിന്റെ മക്കളും സിനിമാ ലോകത്ത് സജീവമായിരുന്നു. അദ്ദേഹത്തിന്റെ മൂത്ത മകളായിട്ടുള്ള ശ്രുതി ഹാസൻ തനിക്ക് നേരിട്ട ചില ആ, രോഗാവസ്ഥകളെക്കുറിച്ച് ഇപ്പോൾ തുറന്ന് സംസാരിക്കുകയാണ്. വിഷാദ രോഗം മൂലം താൻ നേരിടേണ്ടി വന്ന പ്രതിസന്ധികളെക്കുറിച്ചും അതിലൂടെ തനിക്കുണ്ടായ നഷ്ടങ്ങളെക്കുറിച്ചും ശ്രുതി ഹാസൻ പ്രേക്ഷകരോട് തുറന്ന് സംവദിക്കുകയാണ്. നമ്മൾക്കതിന്റെ വിശദാംശങ്ങൾ ഒന്ന് പരിശോധിക്കാം. താൻ നേരിട്ട മാനസികാരോഗ്യ വെല്ലുവിളികളെക്കുറിച്ചും 2018 അഭിനയത്തിൽ നിന്ന് വിട്ടുനിന്നതിനെക്കുറിച്ചുമുള്ള ശ്രുതിയുടെ തുറന്നു പറച്ചിലാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. വർഷങ്ങളോളം തന്നെ വേട്ടയാടിയ അതിശക്തമായ ഉത്കണ്ഠ എന്ന രോഗം മറികടക്കാൻ ആ ഇടവേള എങ്ങനെ സഹായിച്ചു എന്ന് വെളിപ്പെടുത്തുകയാണ് ശ്രുതി. ദ ഹോളിവുഡ് റിപ്പോർട്ടറിനോട് സംസാരിക്കുന്നതിനിടയിലാണ് ശ്രുതി ഇത്തരം കാര്യങ്ങൾ വിശദീകരിച്ചത്. കലയുടെ വൈവിധ്യമാർന്ന ഭാഷകൾ സംസാരിക്കുന്ന മാതാപിതാക്കൾക്കിടയിലാണ് ഞാൻ വളർന്നത്. എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ആ വീട്ടിൽ ഉണ്ടായിരുന്നു. 2018 സിനിമയിൽ നിന്ന് വിട്ടുനിന്ന സമയത്തെക്കുറിച്ചും ശ്രുതി മനസ്സു തുറന്നു. അന്നത്തെ കാമുകനുമായുള്ള വേർപിരിയലായിരുന്നു ആ ഘട്ടത്തിലെ ഒരു പ്രയാസകരമായ കാര്യമെന്നാണ് ശ്രുതി പറയുന്നത്. ആ സമയത്ത് തിയേറ്റർ ആർട്ടിസ്റ്റ് മൈക്കൽ കോർസുമായി ശ്രുതി പ്രണയത്തിലായിരുന്നു. ആ ഇടവേള എനിക്ക് ഏറ്റവും നല്ല കാര്യങ്ങളാണ് നൽകിയത്. ഞാൻ ആരാണെന്ന് സ്വയം വിലയിരുത്താൻ കിട്ടിയ മികച്ച സമയമായിരുന്നു അത്. വർഷങ്ങളോളം ഞാൻ അതിശക്തമായ ഉത്കണ്ഠ അനുഭവിച്ചിരുന്നു. ആ അവസ്ഥയിൽ ദൈനംദിന കാര്യങ്ങൾ പോലും ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ല. എന്റെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ആ സമയം ഞാൻ ഉപയോഗിച്ചു. ഞാൻ ആരാണെന്നും എന്തിനാണ് ആഗ്രഹിക്കുന്നതെന്നും തിരിച്ചറിയാൻ ലണ്ടനിലെ ജീവിതം സഹായിച്ചുവെന്ന് ശ്രുതി പറയുന്നു. ലണ്ടനിൽ വെച്ച് ഒറ്റയ്ക്ക് താമസിച്ച് സംഗീതത്തിലൂടെ എന്നെ തന്നെ വീണ്ടും കണ്ടെത്തുകയായിരുന്നു ഞാൻ. സ്വന്തമായി ഭക്ഷണം പാകം ചെയ്തും തുണി അലക്കിയും ട്യൂബ് ട്രെയിനുകളിൽ മ്യൂസിയങ്ങൾ സന്ദർശിച്ചും ചെലവഴിച്ച ആ നാളുകൾ അത്ഭുതകരമായിരുന്നു എന്നും ഒന്നും പ്രതീക്ഷിക്കാത്ത പുതിയൊരു സദസ്സിനു മുന്നിൽ എന്റെ സംഗീതം അവതരിപ്പിച്ചു എന്നും ശ്രുതി കൂട്ടിച്ചേർത്തു. മൈക്കൽ കോർലസുമായി പിരിഞ്ഞ ശേഷം ശ്രുതി മുംബൈ സ്വദേശിയായ ശാന്തനു ഹസാരികയുമായി പ്രണയത്തിലായിരുന്നു. എന്നാൽ 2024 തുടക്കത്തിൽ ഇവരും വേർപിരിഞ്ഞു എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട്. ശ്രുതി അവസാനമായിട്ട് രജനികാന്ത് നായകനായി എത്തി ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്തിരുന്ന കൂലി എന്ന ചിത്രത്തിലൂടെ തമിഴ് സിനിമ ഇൻഡസ്ട്രിയിലേക്ക് മികച്ചൊരു കാൽവെപ്പ് തന്നെയായിരുന്നു നൽകിയിരുന്നത്. എന്നാൽ ചിത്രം തിയേറ്ററിൽ വേണ്ടത്ര വിജയം ലഭിച്ചിരുന്നില്ല.